നമസ്കാരം, ഞാൻ ജേക്കബ് ജോയിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തത്സമയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹയർ സെക്കൻഡറിയുടെ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തത് പെർസിബൽ വൈൽഡിൻ്റെ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു 1 ആക്ട് പ്ലേയെ കുറിച്ചാണ്. അപ്പോൾ 1 ആക്ട് പ്ലേയെ കുറിച്ചുള്ള സമ്മറിയും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഇന്ന് വിക്ടേഴ്സ് ചാനൽ ഞാൻ കണ്ടായിരുന്നു. വിക്ടേഴ്സ് ചാനലിൽ അമിഗോ ബ്രദേഴ്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അമിഗോ ബ്രദേഴ്സിൻ്റെ ക്ലാസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ആങ്കേഴ്സൊക്കെ വന്ന് നിന്ന് ആങ്കറിങ് ഒക്കെ നടത്തി അതിൻ്റെ കൂടെ ഒരു ബോക്സിംഗ് മാച്ചൊക്കെ കാണിച്ച് അതിന് ശേഷം അവസാനം ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഒരു നല്ല വിഷ്വൽ ട്രീറ്റാണ്, ഒരു വിഷ്വൽ ഡെമോൺസ്ട്രേഷനാണ് ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ നടന്നത്. ഇറ്റ് വാസ് എ ഗുഡ് എഫേർട്ട്. കുഡോസ് ടു ദാറ്റ് എഫേർട്ട്. ഓക്കെ, എനിവേ നമ്മൾ അമിഗോ ബ്രദേഴ്സ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനുശേഷം നമ്മൾ പെർസിബൽ വൈൽഡിൻ്റെ ദ അവർ ഓഫ് ട്രൂത്തിൻ്റെ സമ്മറി അടക്കം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി വിക്ടേഴ്സ് ചാനലിൽ ദ അവർ ഓഫ് ട്രൂത്തും ഒരു ഡ്രാമയായിട്ട് അല്ലെങ്കിൽ ആ പ്ലേ അങ്ങനെ തന്നെ എനാക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ അമിഗോ ബ്രദേഴ്സ് ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക്. ഓക്കെ, എനിവേ വി ക്യാൻ വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് കണ്ട് ആസ്വദിക്കാം. ഓക്കെ, അതിനുശേഷം അതങ്ങനെ പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ദ അവർ ഓഫ് ട്രൂത്തിൻ്റെ സമ്മറി കംപ്ലീറ്റ് ചെയ്തു. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ ആക്ടിവിറ്റീസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ആക്ടിവിറ്റീസ് എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മാർക്ക് സമ്പാദിക്കാം എന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് തന്നെ പോകാം. ആദ്യം തിങ്ക് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ് 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ ആൻസറൊക്കെ എഴുതി എനിക്ക് അയച്ചു തന്നിരുന്നു. ആദ്യത്തെ ആക്ടിവിറ്റി 1. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ എടുത്തെഴുതേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 1, അനാലിസിസ്. പിക്ക് ഔട്ട് ദ സ്ട്രൈക്കിംഗ് ഡയലോഗ്സ് ഇൻ ദ പ്ലേ ആസ് ദ സാമ്പിൾസ് ഗിവൻ ബിലോ ആൻഡ് ട്രൈ ടു ഡെലിവർ ദം ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ ക്ലാസ്. Now write down the implied meaning of the dialogues in the column. അതായത് pick out the striking dialogues in the play as the samples given below. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, നമ്മുടെ ഈ ഡ്രാമയിൽ നിന്ന്, ഈ 1 ആക്ട് പ്ലേയിൽ നിന്ന് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഇവിടെ എടുത്തെഴുതുക. അതിനുശേഷം ആ ഡയലോഗ്സ് ആരാണ് ഡെലിവർ ചെയ്തത്, ഡയലോഗ്സ് ആരാണ് പറഞ്ഞത്, എന്താണ് അവർ ഉദ്ദേശിച്ചത്, അതാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. 7 ഡയലോഗ്സ് എഴുതാനുള്ള കോളംസ് ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യം 2 എണ്ണം നമുക്ക് എക്സാമ്പിളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾസ് നോക്കാം, അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. ഓക്കെ, യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. ഇതാണ് ആദ്യത്തെ സാമ്പിൾ. ആരാണ് ഈ ഡയലോഗ് ഡെലിവർ ചെയ്തത്? ഇത് ഡെലിവർ ചെയ്തത് മാർത്തയാണ്. വാട്ട് ഡസ് ഷീ മീൻ ബൈ സേയിങ് ദിസ് ഡയലോഗ്? She says that her husband Baldwin is an upright man. അതായത് അവർ ഈ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിച്ചത് തൻ്റെ ഹസ്ബൻഡ് വളരെ സിൻസിയർ ആയിട്ടുള്ള, നേരായ വഴിക്ക് നടക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ സ്ട്രൈക്കിംഗ് എക്സ്പ്രഷനിലേക്ക് വരാം. പീപ്പിൾ ഹാവ് ബീൻ സേയിങ് തിങ്സ്. ജനങ്ങൾ പല കാര്യങ്ങളും പറയും. ഇത് പറഞ്ഞത് ആരാണ്? ജോൺ ആണ് ഇത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ജോൺ ഈ സെൻറ്റൻസ് പറഞ്ഞത്? He means the unpleasant news about Baldwin's suspected role in the misappropriation of money. അതായത് ബാങ്കിലെ പണത്തിൻ്റെ മിസ്അപ്രോപ്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ഫാദറിൻ്റെ സസ്പെക്റ്റഡ് റോളിനെ കുറിച്ച്, സംശയാസ്പദമായ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ജോൺ പരാമർശിച്ചത്. സോ അത്തരം സ്ട്രൈക്കിംഗ് സെൻറ്റൻസുകൾ ഇനി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത്തരം സ്ട്രൈക്കിംഗ് സെൻറ്റൻസുകൾ എടുത്തെഴുതുക. ആരാണ് ആ സ്ട്രൈക്കിംഗ് സെൻറ്റൻസസ് പറഞ്ഞത്, അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ്. അത് ഇന്ന സെൻറ്റൻസ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിൽ തട്ടുന്നതാണ് എന്ന് തോന്നുന്ന സെൻറ്റൻസുകൾ എടുത്തെഴുതിയാൽ മതി. അതിനുശേഷം അത് ആര് ഡെലിവറി ചെയ്തു, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. ഒരു 1-2 സെൻറ്റൻസ് കൂടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം.
ഹീ ഈസ് ഡെസ്പറേറ്റ്, ഹി ഡസൻറ്റ് നോ വാട്ട് ഹീ ഈസ് ഡൂയിങ്. ഇത് പറഞ്ഞത് ജോണാണ്. ഇത് ആരെക്കുറിച്ചാണ് ജോൺ ഈ സെൻറ്റൻസ് പറഞ്ഞത്? He never wants to think that Mr. Gresham asked Baldwin to tell a lie with a conscious mind. അതായത് ഗ്രഷാമിന് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച്, അതായത് പൂർണ്ണമായും ബോധമുള്ള ബോധാവസ്ഥയിൽ ഒരിക്കലും ബോൾഡ്വിനോട് ഒരു നുണ പറയാനായിട്ട് ആവശ്യപ്പെടാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടറിയാം, എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിച്ചാൽ ഒരിക്കലും ചെയ്യാത്ത വ്യക്തിയാണ് ബോൾഡ്വിൻ. അതുകൊണ്ട് ബോധമുള്ള ഒരവസ്ഥയിൽ, ചിന്തിക്കാവുന്ന ചിന്താശേഷിയുള്ള ഒരവസ്ഥയിൽ ഒരിക്കലും ഗ്രഷാമിന് ബോൾഡ്വിനെ ബ്രൈബ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ഇവിടെ ജോൺ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം. ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ബോൾഡ്വിനാണ് അതിൻ്റെ സ്പീക്കർ. അത് പറഞ്ഞത് ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അവർ പറയും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു എന്ന്. അതായത് വെൻ ഇ.വി. ആസ്ക്ഡ് മിസ്റ്റർ ബോൾഡ്വിൻ what people would say if Gresham replied that, they would say he had done his duty. Baldwin knew that he had to accept the right path. So ഇദ്ദേഹം ഇ.വി. മാർത്തയും ജോണും ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ബോൾഡ്വിൻ ഇത് പറയുന്നത്. they will say I have done my duty. ആളുകൾ പറയും ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് എന്ന്. കാരണം ഗ്രഷാം ബാങ്കിൻ്റെ ₹1 പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഇ.വി. മാർത്തയും ജോണും ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇവിടെ ബോൾഡ്വിൻ ഇങ്ങനെ പറഞ്ഞത്. ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. ജനങ്ങൾ ഞാൻ എൻ്റെ ജോലി ചെയ്തു, ഉത്തരവാദിത്വം ചെയ്തു എന്ന് വിചാരിക്കും. ഇനി മിസ്റ്റർ ഗ്രഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. മിസ്റ്റർ ഗ്രഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. ഇത് പറഞ്ഞത് മാർത്തയാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? These are all the efforts to change the mind of Mr. Baldwin. In spite of all these temptations, he remains stuck to his sense of morality. അതായത് ഇവിടെ മാർത്ത ബോൾഡ്വിൻ്റെ മനസ്സ് മാറ്റിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതായത് വലിയൊരു തുക ബ്രൈബായിട്ട് അവർക്ക് ലഭിക്കും എന്നറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഗ്രീഡി ആയിട്ട് മാറുകയാണ്. ബോൾഡ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും. അപ്പോൾ ബോൾഡ്വിൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ബ്രൈബ് വാങ്ങാൻ തയ്യാറാകുന്നില്ല, അദ്ദേഹം നുണ പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് മാർത്ത ഈ ബോൾഡ്വിനെ ഗ്രഷാമിന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെൻറ്റൻസാണ്. ഇനി അടുത്തേക്ക് പോകാം. ബട്ട് വെൻ റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ഹി ഷോഡ് നോ സർപ്രൈസ്, ഐ വാസ് പ്ലീസ്ഡ്, ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ്. ഇത് ബോൾഡ്വിൻ പറഞ്ഞതാണ്. അതായത് ഈ ഗ്രഷാം ബോൾഡ്വിന് പണം ഓഫർ ചെയ്തു കഴിഞ്ഞപ്പോൾ ബോൾഡ്വിൻ അത് റിഫ്യൂസ് ചെയ്തു. ബോൾഡ്വിൻ അത് റിജക്റ്റ് ചെയ്തു. ബോൾഡ്വിൻ റിജക്റ്റ് ചെയ്തത് ഗ്രഷാം കണ്ടു കഴിഞ്ഞപ്പോൾ ഗ്രഷാമിന് അതൊരു സർപ്രൈസ് ആയിട്ടും തോന്നിയില്ല. അദ്ദേഹം വളരെ കാഷ്വലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തു. ഹി വാസ് പ്ലീസ്ഡ്. അപ്പോൾ ബോൾഡ്വിൻ പറയുന്നു ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ് ഐ എം ഗെറ്റിംഗ് ഫ്രം മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് ഗ്രഷാം. ഇനി അപ്പം ഇതൊക്കെയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു, പിന്നെ ഒരു 5 കൂടി ഞാൻ പറഞ്ഞു തന്നു. ഇനിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു 5 സെൻറ്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് അത് ആര് പറഞ്ഞു, അതിൻ്റെ സന്ദർഭം എന്ത് എന്ന് എഴുതി എനിക്ക് അയച്ചു തരണം. ഓക്കെ. ഇനി ആക്ടിവിറ്റി 2. നമ്മൾ ആക്ടിവിറ്റി 2ലേക്ക് പോവുകയാണ്. ആക്ടിവിറ്റി 2 ഒരു റൈറ്റപ്പാണ്. റൈറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. The opening part of the play tells us about the problem confronted by the characters, the weather, the mental condition of the characters. Then the play ends with the appreciation of the protagonist, the arrival of Marshall, the revelation of Gresham's confession. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി now prepare a write-up on the opening and ending of the play. So ഇവിടെ നമ്മൾ we are asked to prepare a write-up ഓൺ ദ ഓപ്പണിംഗ് ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ. അതായത് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ പ്ലേയുടെ ഓപ്പണിങ്ങും തുടക്കത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും വി ഹാവ് ടു പ്രിപ്പയർ എ റൈറ്റപ്പ്. സോ ഫോർ പ്രിപ്പയറിംഗ് ദ റൈറ്റപ്പ് ഹിയർ ഇൻ ദ ടെക്സ്റ്റ് വി ആർ ഗെറ്റിംഗ് സം clues. So first of all we have to go through these clues and make a write-up, and based on that we have to make it a
we have to make the fair copy of the item. Okay, ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോ ഓപ്പണിംഗ് പാർട്ട് എഴുതുമ്പോൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ: ദ പ്രോബ്ലം കൺഫ്രണ്ടഡ് ബൈ ദ ക്യാരക്ടേഴ്സ് കൺഫ്രണ്ട് ചെയ്ത അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് എഴുതണം. ദെൻ രണ്ടാമത് ഓപ്പണിംഗ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ വെതറാണ്, അന്നത്തെ കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആ കാലാവസ്ഥയെക്കുറിച്ച് എഴുതണം. ഇനി മൂന്നാമത് ദ മെൻ്റൽ കണ്ടീഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ്, അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ മെൻ്റൽ കണ്ടീഷൻ, അവരുടെ മാനസികാവസ്ഥ എന്തെല്ലാമാണ് എന്ന് എഴുതണം. ഇനി ദ പ്ലേ എൻഡ്സ് വിത്ത്, പ്ലേ എങ്ങനെയാണ് അവസാനിക്കേണ്ടത്? ദ അപ്രീസിയേഷൻ ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ് ഹാസ് ബീൻ അപ്രീഷിയേറ്റഡ് ബൈ എവരി വൺ. ഇനി രണ്ട്, ദ അറൈവൽ ഓഫ് മാർഷൽ എന്തിനാണ് അവിടെ വന്നത്? ഇനി ദ റെവലേഷൻ ഓഫ് ഗ്രഷാംസ് കൺഫെഷൻ, ഗ്രഷാം കൺഫ്യൂസ് ചെയ്തു എന്ന റെവലേഷൻ അവിടെ, അത് വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് ഉൾപ്പെടുത്തി വേണം പ്ലേയുടെ അവസാനത്തെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്ത് അയക്കാം. അപ്പോൾ രണ്ട് പാരഗ്രാഫിലായിട്ട് വേണം റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആദ്യത്തെ റൈറ്റപ്പ് ദ ഫസ്റ്റ് റൈറ്റപ്പ് ഈസ് അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ബേസ്ഡ് ഓൺ ദീസ് 3 clue points. Then second write-up should be the ending of the play based on these 3 clues. അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ലൂസിലൂടെ കടന്നു പോവുക, വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം പ്രിപ്പയർ ദ റൈറ്റപ്പ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന, വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, ക്യാരക്ടർ സ്കെച്ചാണ്. I have got only a few years to live, but I will live those as I have lived the rest of my life. I will go to my grave clean. Your father will do his duty, John, no matter what comes of it. How dared he ask such a thing? What quality of Bodwin is evident here? Sketch the character of Bodwin. So ഇവിടെ ഇത്രയും വിശദമായ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബോഡ്വിൻ ആണ്. ഈ മുകളിൽ കുറച്ച് ഡയലോഗ്സ് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡയലോഗ്സിൽ നിന്ന് നമുക്ക് ബോഡ്വിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് മനസ്സിലാവും. അദ്ദേഹം ഒരു കറപ്റ്റഡ് പേഴ്സൺ ആണോ, അദ്ദേഹം ഒരു ജെന്യുവിൻ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫ്രോഡാണോ, അദ്ദേഹം ഒരു ക്രിമിനൽ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബോഡ്വിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? ഒന്ന്, ഫസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ക്യാരക്ടർ. ബോഡ്വിൻ അല്ല, ഏത് ക്യാരക്ടർ സ്കെച്ച് നമ്മൾ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്ന് എഴുതുക, ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ക്യാരക്ടർ. സെക്കൻഡ് വൺ, പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ട്രേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്തെല്ലാമാണ് എന്ന് എഴുതുക. തേർഡ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്. ഹൗ ദ ക്യാരക്ടർ ഈസ് ബീങ് ഡെവലപ്ഡ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. തുടക്കം മുതൽ അവസാനം വരെ ക്യാരക്ടർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തുപെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളുടെ മുന്നിലേക്ക് വിവരണാത്മകമായ രീതിയിൽ പ്രകടമായി വരുന്നത് എന്ന് എഴുതുക. അടുത്ത പോയിൻ്റായിട്ട് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് അതേഴ്സ്. സോ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ക്യാരക്ടർ ടുവാർഡ്സ് അതേഴ്സ്. മറ്റുള്ളവരോ ഈ ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി അടുത്ത് ലാസ്റ്റ്, റിമാർക്സ് ഓഫ് ദ ക്യാരക്ടർ അബൌട്ട് ഹിംസെൽഫ് ആൻഡ് അതേഴ്സ്. സോ ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട റിമാർക്കുകളുണ്ടോ അബൌട്ട് ഹിം ആൻഡ് അതേഴ്സ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും റിമാർക്സ് ഇദ്ദേഹത്തെക്കുറിച്ചുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വെൻ യു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് എ പേഴ്സൺ, you have to try to include these points. Okay, ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം? ബോഡ്വിനെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ, സോ ഹീ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ്. അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാം. സോ ദിസ് മാൻ, ഹീ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. അത് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു പോയിന്റാണ്. Is a man of integrity and honesty. Then he never shows any sign of being corrupted by the influence of money. പണം കൊണ്ട് അദ്ദേഹം കറപ്റ്റഡ് ആകും എന്നുള്ളതിനുള്ള യാതൊരു സാധ്യതകളും ഇവിടെ ഇല്ല.
So in spite of being tempted by greed, shows others are importance of remaining virtuous man. So മറ്റുള്ളവർ എല്ലാവരും അഴിമതിക്ക് കറപ്റ്റഡ് ആകാനുള്ള സാധ്യതകൾ കാണിക്കുമ്പോഴും ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ പറയാം. സോ ഹീ ഈസ് ദ സെക്രട്ടറി ഓഫ് എ പവർഫുൾ ബാങ്ക്. ദെൻ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ബോസ് തന്നെ ഇദ്ദേഹത്തിന് ബ്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം അത് ഒഴിവാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നുണ്ട്, സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് വെർച്വസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് അവർ ലൈഫ്, ടിൽ ദ എൻഡ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നല്ലവനായിട്ട് ഇരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മെസ്സേജാണ് മറ്റുള്ളവർക്ക്, വായനക്കാർക്ക്. അതുപോലെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞ മിസ്റ്റർ ബോൾഡ്വിൻ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് എ സുപ്രീം സിംബൽ ഓഫ് മൊറാലിറ്റി, സിൻസിയറിറ്റി ആൻഡ് ജെനുവിൻനെസ്. സോ ജെനുവിൻനെസ്സിൻ്റെ, മൊറാലിറ്റിയുടെ, സിൻസിയറിറ്റിയുടെ എല്ലാം ഒരു സുപ്രീം എക്സാമ്പിളായിട്ടാണ് ഇവിടെ ബോൾഡ്വിനെ പെർസിവൽ വൈൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ബോൾഡ്വിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ റീസൺസ് ഓഫ് കറപ്ഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറപ്ഷൻ കർട്ടൈൽസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കറപ്ഷൻ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ? ഗ്രൂപ്പ് ഡിസ്കഷനും അപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത്? ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 4 അല്ലെങ്കിൽ 4 അതിൽ കൂടുതലോ ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് വരും, ആ ടോപ്പിക്കിന് ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടോപ്പിക്ക് വരും. നമ്മളിപ്പോൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പോയിൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. നമുക്കതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പോയിൻറ്റ്സ് തയ്യാറാക്കാം. നമ്മൾ അനുകൂലിച്ച് പോയിൻറ്റ്സ് തയ്യാറാക്കിയാലും പ്രതികൂലിച്ച് പോയിൻറ്റ്സ് തയ്യാറാക്കിയാലും നമ്മൾ തയ്യാറാക്കുന്ന പോയിൻറ്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള എവിഡൻസസുകൾ നമ്മുടെ കയ്യിലുണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സിനെ സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ പോയിൻറ്റ്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസ് കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പക്ഷേ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവരെ അടിച്ചാക്ഷേപിക്കുന്ന പേഴ്സണൽ ഹ്യൂമിലിയേഷന് മുതിരരുത്. നമ്മുടെ പോയിന്റ്സിൽ ഉറച്ചു നിൽക്കുക, അതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ മര്യാദ. അതുപോലെ തന്നെ നമ്മൾ മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും സംസാരിക്കാനുള്ള അവസരങ്ങൾ നൽകണം. എങ്കിൽ മാത്രമേ അതൊരു ഗ്രൂപ്പ് ഡിസ്കഷനായി മാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക് വരാം. ഗ്രൂപ്പ് ഡിസ്കഷനിൽ സാധാരണയായിട്ട് ആങ്കേഴ്സ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ആങ്കർ ഇല്ല എങ്കിൽ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ടോപ്പിക്ക് പറയുക. ടോപ്പിക്ക് പറഞ്ഞതിന് ശേഷം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം അയാൾക്ക് പറയാനുള്ള പോയിന്റ് പറയുക. അതിനുശേഷം ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് അവരവരുടേതായ പോയിന്റ് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഇവിടെ ആക്ടിവിറ്റി 4 ഗ്രൂപ്പ് ഡിസ്കഷൻ. വാട്ട് അക്കോർഡിംഗ് ടു യു ആർ ദ റീസൺസ് ഓഫ് കറപ്ഷൻ. കറപ്ഷൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ 1-2 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻസിൻസിയറിറ്റി, എക്സ്ട്രാവജൻ ഫാമിലി, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റി. ഇനി വേറെ എന്തെങ്കിലും 1-2 പോയിന്റ്സ് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, വാട്ട് ആർ ദ ഈവിൾ എഫക്ട്സ് ഓഫ് കറപ്ഷൻ. കറപ്ഷൻ്റെ ഈവിൾ എഫക്ട്സ് എന്തെല്ലാമാണ്? സർവീസസ് ആർ നോട്ട് പ്രൊവൈഡഡ് ഇൻ ടൈം, പ്രിവെൻസ് അല്ലെങ്കിൽ ബ്ലോക്സ് ഡെവലപ്മെൻറ്റ്. ഇനി ഹൗ ക്യാൻ വി ഡിസ്കറേജ് കറപ്ഷൻ. കറപ്ഷനെ എങ്ങനെ നമുക്ക് ഡിസ്കറേജ് ചെയ്യാം? സ്ട്രിഞ്ചൻറ്റ് പണിഷ്മെൻറ്റ് ഈസ് നീഡഡ്. ശക്തമായ പണിഷ്മെൻറ്റിലൂടെ നമുക്ക് കറപ്ഷനെ ഇല്ലാണ്ട് കുറച്ചു കൊണ്ടുവരാം. അവയർനെസ് അമംഗ് ദ പബ്ലിക്. ജനങ്ങൾക്കിടയിൽ അവെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും.
സോ ദ ഫോളോവിങ് ഈസ് ദ ടോപ്പിക് ഫോർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ ഇതിനെല്ലാം നിങ്ങൾ കുറച്ച് പോയിന്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നമുക്ക് മെച്ചമുള്ള ഒരു ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. So corruption curtails the development of a country. Prepare a list of points on the topic to be presented in the group. Then sit in groups and discuss the points in details, which will help you to present your ideas effectively. So അതിനുശേഷം നിങ്ങൾ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ തയ്യാറാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് കോമ്പയറിംഗ്. Think that you are selected to introduce the actors of the play The Hour of Truth to the audience. Prepare a script. സോ നിങ്ങൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പ്ലേയിലെ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലെ വന്നു. ഹൗ ഡു യു പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ അവർ ഓഫ് ട്രൂത്ത് ടു ദ ഓഡിയൻസ്? ദെൻ സോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, let me introduce the major characters in the one-act play The Hour of Truth. The Hour of Truth is a play written by Percival Wilde. So the major characters are Mr. Robert Baldwin, who is the secretary of a famous or a powerful bank എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് എഴുതാം. പിന്നെ ഈ ബോൾഡ്വിൻ്റെ 1-2 ക്വാളിറ്റീസ് എഴുതാം. ബിക്കോസ് ഹീ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ പ്ലേ. സോ ഹീ ഈസ് എ സുപ്രീം സിംബൽ ഓഫ് മൊറാലിറ്റി ആൻഡ് സിൻസിയറിറ്റി. ഹീ ഈസ് എ മാൻ ഓഫ് വിസ്ഡം. ഹീസ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ട്രൂത്ത്. പിന്നെ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്രഷാമിനെ കുറിച്ച് എഴുതാം. ഗ്രഷാം അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ CEO ആണ്. പക്ഷെ അദ്ദേഹം കറപ്ഷന് വഴിപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിനെതിരെ പോലും ബോസിനെതിരെ പോലും ശക്തമായ നിലപാടെടുക്കാൻ ഇവിടെ ബോൾഡ്വിന് സാധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് തുറന്നു പറയാം. അതിനുശേഷം അതർ ക്യാരക്ടേഴ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാവുന്ന മാർത്ത, ബോൾഡ്വിൻസ് വൈഫ്, the son and daughter of Mr. Baldwin, Evie and John. Then അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ക്യാരക്ടർ മാർഷൽ വരുന്നു. മാർഷൽ വന്നതിന് ശേഷം ഗ്രഷാമിൻ്റെ റെവലേഷനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ബോൾഡ്വിന് ഒരു ജോബ് ഓഫർ ചെയ്യുന്നു. ഇനി ആക്ടിവിറ്റി 4 എന്ന് പറയുന്ന റീഡേഴ്സ് തിയേറ്ററാണ്. എന്താണ് റീഡേഴ്സ് തിയേറ്റർ? വായനക്കാരുടെ ഒരു നാടകശാല എന്നോ അല്ലെങ്കിൽ വായനക്കാരുടെ ഒരു കളരി എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. എന്നാണ് റീഡേഴ്സ് തിയേറ്റർ? റീഡേഴ്സ് തിയേറ്റർ ഈസ് എ വോക്കൽ റെൻഡറിങ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഓഫ് എ പ്ലേ. അതായത് ഇറ്റ് ഈസ് ദ വോക്കൽ റെൻഡറിങ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഓഫ് എ പ്ലേ. ഒരു 3-4 അല്ലെങ്കിൽ 5 പേര് ഒരു പ്ലേയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ആളുകൾ വട്ടത്തിൽ കൂടി നിന്ന് അല്ലെങ്കിൽ ഒരു കസേരയിട്ട് വട്ടത്തിൽ ഇരുന്നതിന് ശേഷം അവർ ഈ പ്ലേ വായിക്കുന്നതിനെയാണ് റീഡേഴ്സ് തിയേറ്റർ എന്ന് പറയുന്നത്. വെറുതെ വായിക്കുകയല്ല, വോക്കൽ റെൻഡറിങ് ആണ്. അതായത് അവർ ക്യാരക്ടേഴ്സിന് ശബ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് മോഡുലേഷൻസ്, പിച്ച് വേരിയേഷൻസ് എല്ലാം അതിനകത്ത് ഉണ്ടാകും. ഇനി തുടർന്ന് പറയാം. There are no stage settings. അവിടെ സ്റ്റേജ് സെറ്റിങ്സ് ഒന്നും ഉണ്ടായില്ല. അതായത് സാധാരണ സ്റ്റേജ് സെറ്റിങ്സ് ഒന്നും ഉണ്ടായില്ല. വെറുതെ ഒരു തറയിൽ 3-4 പേര് കസേരയിട്ട് ഇരുന്നതിന് ശേഷം അവർ ഡ്രാമയിലെ ഡയലോഗുകൾ റെൻഡർ ചെയ്യുകയാണ്. There are no stage settings, costumes or actions involved in. സ്റ്റേജ് സെറ്റിങ്സ് ഇല്ല, കോസ്റ്റ്യൂംസ് ഇല്ല, ആക്ഷൻസ് ഇല്ല, യാതൊന്നുമില്ല. പിന്നെ എന്താണുള്ളത്? ഇൻസ്റ്റഡ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ പ്ലേ ഈസ് റീഡ് ഔട്ട് വിത്ത് പ്രോപ്പർ വോയിസ് മോഡുലേഷൻ. പക്ഷേ ദ സ്ക്രിപ്റ്റ് ഓഫ് ദ പ്ലേ ഈസ് റീഡ് ഔട്ട് വിത്ത് പ്രോപ്പർ വോയിസ് മോഡുലേഷൻ. കൃത്യമായ വോയിസ് മോഡുലേഷനോടുകൂടി ഈ ഡയലോഗ്സ് ഓരോന്നായിട്ട് ഇവർ പറയുകയാണ്, ഇവർ റെൻഡർ ചെയ്യുകയാണ്. Readers theatre is used in a language classroom to improve listening and reading skills. So സാധാരണ ഇതിൽ ലാംഗ്വേജ് ക്ലാസ് റൂമിലാണ് ഇത്തരം റീഡേഴ്സ് തിയേറ്റർ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ് സ്കിൽസ് സച്ച് ആസ് ലിസണിങ് ആൻഡ് റീഡിങ്. അതുപോലെ തന്നെ സ്പീക്കിംഗ് വിൽ ഓൾസോ ബി ഇംപ്രൂവ്ഡ്. സോ അതുപോലെ തന്നെ സ്ട്രെസ്, ഇൻറ്റൊനേഷൻ, ഹൗ ടു അപ്ലൈ വോയിസ് മോഡുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു റീഡേഴ്സ് തിയേറ്റർ നമ്മളെ സഹായിക്കും. ഇവിടെ സ്റ്റേജ് സെറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, കോസ്റ്റ്യൂംസിൻ്റെ ആവശ്യമില്ല, ആക്ഷൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ 3-4 പേര് കൂടി നിന്ന് ഡയലോഗ്സ് കൃത്യമായ, അതായത് ഓരോ ക്യാരക്ടറും എങ്ങനെയാണ് ഡയലോഗ് പറയുന്നത് അതുപോലെ ഡയലോഗ് പറയുന്ന ഒരു
അവസ്ഥ. നമ്മൾ ഈ ഡബ്ബിങ് എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ആ രീതിയിൽ അത്തരം ഒരു സംഭവത്തെയാണ് റീഡേഴ്സ് തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്തൊരു ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നൗ അസ്യൂം ദ വേരിയസ് റോൾസ് ഇൻ ദ പ്ലേ ആൻഡ് പ്രസന്റ് ദ റീഡേഴ്സ് തിയേറ്റർ ദ അവർ ഓഫ് ട്രൂത്ത് ഇൻ ദ ക്ലാസ്. സോ ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്ലേ നമുക്ക് റീഡേഴ്സ് തിയേറ്റർ ആയിട്ട് അവതരിപ്പിക്കാനായിട്ട് പറ്റും. ക്ലാസ് റൂമിൽ 3-4 കുട്ടികൾ ഈ ബോഡ്വിൻ്റെയും മാർത്തയുടെയും ജോണിൻ്റെയും ഈവിയുടെയും റോളുകളൊക്കെ ഏറ്റെടുക്കുകയും അവർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുകയും ഓരോരുത്തരുടെ ഡയലോഗ് അവർ പറയുന്ന പോലെ ഇനാക്ട് ചെയ്താൽ മതിയാവും. ആക്ഷൻ്റെയും സ്റ്റേജ് സെറ്റിങ്ങിൻ്റെയും കോസ്റ്റ്യൂമിൻ്റെയൊന്നും ആവശ്യം ഇവിടെ ഇല്ല. സോ അത് നിങ്ങൾ കുറച്ച് പേര് ഇരിക്കുകയും ഈ ഡയലോഗ്സ് എല്ലാം ഇനാക്ട് ചെയ്യുകയും ചെയ്യുന്ന ക്ലാസ് കുറച്ചുകൂടി രസകരമാകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് പറയാം. ആക്ടിവിറ്റി 1 ഞാൻ ഏകദേശം ഇതിനകത്ത് കോളത്തിൽ പറഞ്ഞിരിക്കുന്ന 7 പറഞ്ഞു. നിങ്ങൾ അതിനുശേഷം ഒരു 5 അഡീഷണൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ആക്ടിവിറ്റി 2 റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യണം. റൈറ്റപ്പ് അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ആൻഡ് എൻഡിങ് ഓഫ് ദ പ്ലേ. Then activity 3 the character sketch of Mr. Baldwin. That is very important question. And next one is a group discussion. ഗ്രൂപ്പ് ഡിസ്കഷനും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ഒരു 6 മാർക്കോ അല്ലെങ്കിൽ 8 മാർക്കോ ലഭിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ കറപ്ഷൻ കട്ടേഴ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കോമ്പയറിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ തിങ്ക് ദാറ്റ് യു ആർ സെലക്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ദ ആക്ടേഴ്സ് ഓഫ് ദ പ്ലേ, ദ അവർ ഓഫ് ട്രൂത്ത്, prepare the script prepare a script of the comparing. Then ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് അയക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ കുറച്ച് ആക്ടിവിറ്റി കുറച്ചുകൂടെ കിടപ്പുണ്ട്. ടെൻസ്, അത് ലാംഗ്വേജ് പ്രാക്ടീസ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ നിർബന്ധമായിട്ടും എനേബിൾ ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കൂട്ടുകാർക്കെല്ലാം നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്യട്ടെ. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.